ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പിക്ചർ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാമെന്നാണ്. നിങ്ങൾ മൊബൈലിലെടുത്തതോ ഡിജിറ്റൽ ക്യാമറയിലെടുത്തതോ ഏത് ഫോട്ടോ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ട് ശേഷം അതിൻ്റെ ലെയർ കോപ്പി എടുക്കണം. ലെയർ കോപ്പി എടുക്കാൻ ലെയറിൻ്റെ അകത്ത് ഇതുണ്ടോ, ലെയർ മെനുവിൽ ന്യൂവിൻ്റെ അകത്ത് ലെയർ പോയ കോപ്പി, അതാണ് ലെയർ കോപ്പി. അതിൻ്റെ ഷോർട്ട് കട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കോപ്പി എടുത്ത് കഴിയുമ്പോഴത്തേക്കും താഴെ ലെയർ പാനലിൽ വന്ന് ഈ പാനലിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട്, ഒരു കോപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിക്ചറിൻ്റെ തന്നെ കോപ്പി എടുത്ത് എത്ര ടോണുകളും എത്ര കളർ ഗ്രേഡ് വേണേലും മാറ്റി മാറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ കുറേ കളർ ഗ്രേഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും മാറ്റി മാറ്റി ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഓരോന്നും ചെയ്യുമ്പോഴും ആ ചെയ്തതിൻ്റെ കോപ്പി എടുക്കരുത്, ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വേണം കോപ്പി എടുക്കാൻ. അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഇതിലേക്കായി പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണേലും ചെയ്യാം, എങ്കിലും കറക്റ്റ് രീതി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കോപ്പി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. എന്നാലും ഞാനിപ്പം ഇതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേഡിങ്ങിലേക്ക് കിടക്കാം. ഫോട്ടോഷോപ്പിൽ പുതിയ വേർഷൻസിൽ കളർ ഗ്രേഡിങ്ങിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരൊറ്റ ഓപ്ഷൻ കൊടുത്തിട്ടല്ല ഇത് ക്ലിയർ ആക്കി എടുക്കുന്നത്. നിങ്ങൾ ഈ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെ കണ്ടു കാണും, അവർ കുറേ നേരം ഒരു പടം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലിയർ ആക്കുന്നത്. ഇനി സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഇമേജിൽ പോവുക, അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് കളർ ലുക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ കളർ ലുക്കപ്പ് എടുക്കുക. ഇത് കണ്ടോ, 3D ഇത് കണ്ടോ എഴുതിയേക്കുന്നത്, 3D ഫയൽ എന്ന് എഴുതിയേക്കുന്നത് ഇത് ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടോ ഇത്രയും പ്രീസെറ്റ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമുക്ക് ഓരോന്ന് കൊടുത്ത് നോക്കാം. ഇത് കണ്ടോ, ഓരോ പ്രീസെറ്റും ഇത് കണ്ടോ, അടുത്ത രണ്ടാമത്തെ 3. ഈ എല്ലാ ടോണും എല്ലാ പിക്ചറിനും ക്ലിയർ ആകത്തില്ല. അപ്പോൾ ഓരോന്നും മാറ്റിയിട്ട് നോക്കാം, നമുക്ക് ഏതാണ് ക്ലിയർ എന്നുള്ളത് എടുക്കുക. ഇത് കണ്ടോ, ഇവിടെ താഴെ ഓപ്ഷൻസ് വരുന്നുണ്ട്, അതും നിങ്ങൾ മാറ്റിയിട്ട് നോക്കണം. പിന്നെ ചെയ്യുമ്പോൾ ഈ പ്രിവ്യൂ ഓൺ ആണോ നോക്കണം, എങ്കിലേ നമുക്ക് ഈ പിക്ചറിൽ ഇത് കാണാൻ പറ്റുള്ളൂ. മിക്കപ്പോഴും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയല്ല ചെയ്യുമ്പോൾ. അപ്പോൾ പ്രിവ്യൂ ഓൺ ചെയ്തിട്ട് ചെയ്യുക. കണ്ടോ, നമുക്ക് താഴേക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കണ്ടോ, നല്ല ടോണുകൾ വരുന്നുണ്ട്. ഇത് തൽക്കാലം ഞാൻ ഇത് കൊടുക്കുന്നു, ഓക്കെ കൊടുത്തു. കണ്ടോ, ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും കളർ ലുക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നു കളർ ലുക്കപ്പ്. ടോണ് കിട്ടും നമുക്ക് ഇതിൽ നിന്ന് വേണം. ഇത് കണ്ടോ, ഇത് അതിലും നല്ലൊരു ടോണായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കളർ ഗ്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിക്ചർ മൊത്തത്തിൽ നോക്കണം. എവിടെയെങ്കിലും ഓവർ ബ്ലീച്ച് ആവുകയോ അതായത് ഓവർ ബേൺ ആയി പോകാതെ നോക്കണം. ഇതുണ്ട്, ഇപ്പോൾ ഇത് ചെയ്തത്. ഇനി ഇതിന് ശേഷം ഇത് കണ്ടോ, ഇതിപ്പം ഹൈഡ് ചെയ്തിട്ട് ലെയർ പാനലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ കണ്ണങ്ങ് അടപ്പിക്കുക. ഇനി വീണ്ടും ഈ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലെയറിൽ ന്യൂവിൻ്റെ അകത്ത് ലെയർ പോയ കോപ്പി. അപ്പോൾ അടുത്ത കോപ്പി കിട്ടി, മുകളിലത്തെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കളർ ലുക്കപ്പ് എടുക്കാം. കോപ്പി എടുത്ത ശേഷം ഇനി കളർ ലുക്കപ്പിലേക്ക് പോവാം. ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റില്ല, സെയിം ഇത് തന്നെ കളർ ലുക്കപ്പ് എടുക്കുക. ഇത് കണ്ടോ, അതെ അടുത്ത ടോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഇന്ന വേണമെന്നൊന്നുമില്ല. ഇതിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടോൺ നിങ്ങൾക്ക് വേറെ കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇനി വീണ്ടും ഞാൻ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തു, ലെയർ കോപ്പി എടുക്കണം. ലെയറിൻ്റെ അകത്ത് ന്യൂവിൻ്റെ അകത്ത് ലെയർ പോയ കോപ്പി. ഇത് കണ്ടോ, കളർ ലുക്കപ്പ്. അതുകൊണ്ട് ഇത്ര എഫക്റ്റ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങളിതെല്ലാം ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. കാരണം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കുക. ചില പിക്ചറിന് ചില എഫക്റ്റ് നല്ല പക്കായിട്ട് ആപ്റ്റായിട്ട് വരും. ഇത് കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുക. അന്നേരം നിങ്ങളുടെ ഫോട്ടോസ് ഫേസ്ബുക്കിലും അല്ല അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി കളർ ഗ്രേഡിങ്ങിലായിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഈ കളർ ഗ്രേഡിങ് കൂടുതൽ അടിപൊളിയാക്കാൻ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ പറ്റും. ഈ ഒരു പ്രത്യേക കളർ മാത്രം റിമൂവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ, അപ്പോൾ ആ എഫക്റ്റ് ചെയ്തിട്ടാണ് ഈ കളർ ലുക്കപ്പ് ചെയ്യുന്നതെങ്കിൽ വേറെ കുറേ ടോണുകളും കിട്ടും. അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ചെയ്തേക്കുന്ന കുറേ പിക്ചറെല്ലാം അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ തമ്പനിയിൽ കണ്ടതെല്ലാം നമ്മൾ ആ ഒരു ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ വീഡിയോയിൽ ഞാൻ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, കളർ എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആ എഫക്റ്റ് ഇതിന് കൊടുക്കുമ്പോഴും വേറൊരു കളർ ടോൺ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കുക. ഈ ഡ്രസ്സിൻ്റെ കളർ മാറ്റി നമുക്ക് ചെയ്യാം, എന്നിട്ട് കളർ ലുക്കപ്പ് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ വ്യത്യസ്ത ടോണുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല ടോണുകൾ കണ്ടെത്താനും അത് ഇടാനൊക്കെ പറ്റും. അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ വേറെ ഞാൻ കളർ ഗ്രേഡിങ്ങിൻ്റെ ഇനി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കി ട്രിക്സൊക്കെ പഠിപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു.